ഞങ്ങൾ പള്ളിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ക്ലേശങ്ങളും പീഡനങ്ങളും എല്ലാം സഹിച്ച് വിശുദ്ധ കുർബാനയ്ക്ക് കിട്ടിയ സ്ഥലത്ത് ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം 50 വർഷത്തിലെ പഴക്കം ചെന്ന ചാപ്പലായിരുന്നു. അതിൽ തുടരാൻ പറ്റാത്തതുകൊണ്ടാണ് പുതുതായ ദേവാലയത്തിൻ്റെ നിർമ്മാണം ദൈവം ഞങ്ങളുടെ ശ്രേഷ്ഠ കാതോലിക്ക ബാവായെ കൊണ്ട് നടത്തിക്കുകയും അതിന് നേതൃത്വം കൊടുക്കുവാൻ ബഹുമാനപ്പെട്ട വികാരി അച്ഛന്മാരുടെ തന്നാണ്ട് വികാരി ക്ഷമ്യച്ചനും പ്രവർത്തക സംഘത്തിലെ എല്ലാ ട്രസ്റ്റിമാർ ചേർന്ന് സെക്രട്ടറി അനിലും ചേർന്നാണ് വളരെയധികം ശക്തമായി ഈ കാര്യങ്ങളിൽ പോകുന്നത്. അതേക്കുറിച്ച് ബഹുമാനപ്പെട്ട ക്ഷമ്യച്ചന് ദേവിയച്ഛന് മറ്റച്ഛന്മാർ ചേർന്ന് പറയും. ഞാൻ തുടങ്ങി നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇന്ന് ഈ പ്രസ് മീറ്റ് വിളിച്ചത് തന്നെ ദൈവാലയത്തിൻ്റെ കൂതാശയും വിശുദ്ധ തോമാസ് ലീഗായുടെ പെരുന്നാളും എല്ലാം കൂടി ഏകോപിച്ച് നടത്തുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ്. 1975 ഈ മാർത്തോമാൻ ചാപ്പലിന് ആരംഭം കുറിച്ചത്. ഈ 50 വർഷക്കാലം പിരിഞ്ഞുപൊളിഞ്ഞ അവസ്ഥയിലായിരുന്നു. കാരണം പെട്ടെന്നുണ്ടാക്കിയ ഒരു ചാപ്പൽ എന്നുള്ള രീതിയിൽ വലിയ മെയിൻ്റനൻസ് ഒന്നും അതിനുണ്ടായിരുന്നില്ല. പക്ഷേ എങ്കിലും ഞങ്ങൾക്ക് ഒരാഴ്ചയിൽ ഞായറാഴ്ച 3 കുർബാനയുണ്ട്. അപ്പോൾ ഒരു കുർബാന എല്ലാ ഞായറാഴ്ചയും ഈ ചാപ്പലിൽ നടത്തിക്കൊണ്ടിരുന്നു. 2020 വലിയ പള്ളിയിൽ നിന്ന് ഞങ്ങളെ അടിച്ചു പുറത്താക്കി. ഒരുപക്ഷെ പലർക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. സത്യത്തിൽ 1984 ഞങ്ങൾക്ക് അനുകൂലമായിരുന്ന ഒരു വിധിയുടെ വെളിച്ചത്തിലാണ് 5 ആഴ്ചയിൽ ഒരു ദിവസം ഓർത്തഡോക്സ് വിഭാഗത്തിൽ നൽകിക്കൊണ്ട് വളരെ ശാന്തമായി സർവീസ് നടന്നു പോവുക. പെട്ടെന്നെല്ലാം ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാക്കി ഒരു രാത്രിയാണ് ഞങ്ങളെ അവിടെ നിന്ന് അടിച്ച് പുറത്താക്കുന്നത്. അതിനുശേഷം ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു ആശ്രയം ഈ ചാപ്പലാണ്. 5 വർഷക്കാലം ഈ ചോർന്നൊലിക്കുന്ന ചാപ്പലിൽ ഞങ്ങൾ വിശുദ്ധ കുർബാന അർപ്പിച്ചു. പക്ഷെ അതിൻ്റെ സാഹചര്യം മോശമായി വന്നപ്പോൾ അത് പൊളിച്ച് ഒരു മനോഹരമായൊരു പള്ളി ഉണ്ടാക്കുവാൻ തക്കവണ്ണം, ചാപ്പൽ ഉണ്ടാക്കുവാൻ തക്കവണ്ണം ശ്രേഷ്ഠ ബാവാ തിരുമനസ്സുകൊണ്ട് കൽപ്പിച്ച് അതിൻ്റെ പണി ആരംഭം കുറിക്കുകയായിരുന്നു. 2024 സെപ്റ്റംബർ മാസം 26-ാം തീയതിയാണ് നമ്മൾ ഇതിൻ്റെ പണി ആരംഭിച്ചത്. മുഴുവൻ പുനരുദ്ധാരണ പണികൾ ഭംഗിയാക്കി തീർക്കാൻ ഇപ്പോൾ ഏതാണ്ട് 9 മാസം എടുത്തിട്ടുള്ളൂ. സത്യത്തിൽ ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സന്തോഷവും അഭിമാനവും നിറഞ്ഞ ഒരു സന്ദർഭമാണ്. അടുത്ത ഞായറാഴ്ച 29-ാം തീയതി ഞങ്ങൾ പരിശുദ്ധ സഭയുടെ 3 പരിശുദ്ധ പിതാക്കന്മാരുടെ കബറുകളിൽ നിന്ന് ഭദ്രദീപവും പരിശുദ്ധ സ്ലീവായും പതാകയുമായി ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു. മഞ്ഞിനിക്കരയിൽ നിന്ന് ഭദ്രദീപം, കോതമംഗലം കബറിൽ നിന്ന് പരിശുദ്ധ സ്ലീബ, വടക്കൻപറൂർ കബറിൽ നിന്ന് പതാകയുമായിട്ട് ദേവാലയത്തിലേക്ക് കടന്നു വരുന്നു. അതിവിടെ സ്ഥാപിക്കുകയും ഭദ്രദീപം ഇവിടെ സ്ഥാപിക്കുകയും അതിനുശേഷം 1-ാം തീയതിയും 2-ാം തീയതിയും 3-ാം തീയതിയും 3 ഘട്ടമായി ഇതിൻ്റെ കൂതാശ നിർവഹിക്കുവാൻ തക്കവണ്ണമാണ് ശ്രേഷ്ഠ ബാവാ തിരുമനസ്സ് കൊണ്ട് കൽപ്പിച്ച് ഞങ്ങൾ നോട്ടീസ് ക്രമീകരിച്ചിരിക്കുന്നത്. 1-ാം തീയതി വൈകിട്ട് 6 മണിക്ക് സന്ധ്യാപ്രാർത്ഥനയും തുടർന്ന് വിശുദ്ധ മോറോൻ കൂതാശയുടെ 1-ാം ഘട്ടവും, 2-ാം തീയതി കരവട്ട വടക്കേ കുരിശിൽ നിന്ന് ശ്രേഷ്ഠ ബാവാ തിരുമനസ്സിന് സ്വീകരണം നൽകുന്നുണ്ട്. പല പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും എൻ്റെ മാതൃ ഇടവക ആദ്യമായി ഒരുക്കുന്ന ഒരു സ്വീകരണമാണത്. 4:30 മണിക്കാണ് ആ സ്വീകരണം ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഇടവകയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റ് ഇടവകയിൽപ്പെട്ടവരെല്ലാം അതിൽ ചേർന്ന് ദൈവാനുഗ്രഹത്താൽ നല്ല ഒരു സ്വീകരണമാക്കി മാറ്റുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. വൈകിട്ട് 6 മണിക്ക് സ്വീകരണത്തോടെ ഇവിടെ എഴുന്നള്ളി വന്ന് വിശുദ്ധ മോറോൻ കൂതാശയുടെ 2-ാം ഘട്ടം നടത്തും. അന്നും മുഴുവനാകുന്നില്ല. 2-ാം ഘട്ടം കുറച്ച് കഴിയുമ്പോൾ ഇവിടെ പൊതുസമ്മേളനം ക്രമീകരിച്ചിട്ടുണ്ട്.
കാരണം പുതിയ ദേവാലയം വരുമ്പോൾ അതിൻ്റെ ബന്ധപ്പെട്ട് പൊതുസമ്മേളനം ക്രമീകരിച്ചിട്ടുണ്ട്. പാലാരൂപതയിലെ അഭിമന്യ മോർ ജോസഫ് കള്ളവങ്ങാട്ട് പിതാവാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. MP ഉണ്ട്, MLA ഉണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ്, ഈ പള്ളിയിരിക്കുന്ന പഞ്ചായത്ത് വാർഡ് മെമ്പർ. നമ്മൾ ഒത്തിരി വിശാലമായ പ്രോഗ്രാമിലേക്ക് പോകുന്നില്ല. അതിനുശേഷം ഭക്ഷണം കഴിച്ച് പിരിയും. 3-ാം ഘട്ടം ജൂലൈ മാസം 3-ാം തീയതി രാവിലെ 7:15 മണിക്ക് പ്രാർത്ഥനയോടുകൂടി ആരംഭിച്ച് വിശുദ്ധ മോറന്റെ അഭിഷേകം അവസാന ഘട്ടം നടത്തി പെരുന്നാൾ പരിശുദ്ധ തോമാസ് ലീഹായുടെ ദുഹറോന പെരുന്നാൾ വിശുദ്ധ കുർബാന ശ്രേഷ്ഠ ബാവ തിരുമനസ് കൊണ്ട് പ്രധാന കാർമ്മികത്വം വഹിക്കുകയും അഭിമന്യ ഐസക് മോർ ഒസ്താത്യോസ്, അഭിമന്യ മാത്യൂസ് മോർ അന്തീമോസ് തിരുമേനിമാര് രണ്ടു വശത്തുമായി നിന്ന് മൂന്നുമേൽ കുർബാനയായിട്ടാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. അതിനുശേഷം പ്രദക്ഷിണവും നേർച്ച സദ്യയുമായി ഈ പെരുന്നാൾ അവസാനിക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ആത്മാഭിമാനം നിറഞ്ഞ ഒരു സന്ദർഭം. കാരണം ഒത്തിരി ഉണ്ട്. ഇപ്പോൾ ഞങ്ങൾക്കൊരു ദേവാലയം ഉണ്ടായി എന്നുള്ളത് ഒരു വലിയ സന്തോഷം നിറഞ്ഞ ഒന്നാണ്. സമാധാനത്തിലൂടെയും പരസ്പര പങ്കാളിത്തത്തോടെയും മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ദേവാലയമാണ്. അതിൻ്റെ ഞങ്ങളുടെ ശ്രേഷ്ഠ ബാവ തിരുമനസ് കൊണ്ടാണ് പല യോഗങ്ങളിലും പ്രസംഗിച്ചിട്ടുമുണ്ട്. പക്ഷെ എങ്കിലും മുളന്തുരുത്തിയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇടവയാണ്. നിങ്ങൾക്കൊക്കെ പലതും അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു ചാപ്പൽ പണിത് ഉയർത്തി ഞങ്ങൾക്ക് ദേവാലയത്തിൽ ആരാധന നടത്താൻ സാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ സന്തോഷമാണ്. ഈ പ്രോഗ്രാംസ് വിശദമായി നിങ്ങൾ മീഡിയ വഴിയായി പൊതുജനത്തെ അറിയിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് സ്നേഹത്തോടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തും. ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം യാക്കോബായ സുറിയാനി സഭയുടെ വിശ്വാസത്തിന്റെ ഉരകല്ല് ഏതെന്ന് ചോദിച്ചാൽ അത് ഈ അനുഗ്രഹീത ദേവാലയമാണ്. 1876 പത്രോസ് തൃതീയൻ പാത്രീർക്കീസ് ബാവ മലങ്കരയിൽ എഴുന്നള്ളി വന്ന് അന്ന് പരിശുദ്ധനായ പരമല കൊച്ചു തിരുമേനി അന്ന് റമ്പാച്ചനായിരുന്നു. അദ്ദേഹം സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ആ ഘട്ടത്തിലാണ് ഈ ദേവാലയത്തിൽ വെച്ച് ഏക ഭദ്രാസനം ആയിരുന്ന മലങ്കര സുറിയാനി സഭയെ 7 ഭദ്രാസനങ്ങളായി തിരിച്ച് ജനാധിപത്യ പ്രക്രിയയിൽ സഭയുടെ ക്രമീകരണങ്ങൾക്ക് തുടക്കം കുറിക്കപ്പെട്ടത് ആ സമയത്താണ്. അതേ വർഷം തന്നെ ആദ്യമായി യാക്കോബായ സുറിയാനി സഭയുടെ ഒരു വിശുദ്ധ മൂറൻ കൂദാശ ഈ ദേവാലയത്തിൽ വെച്ചാണ് നടത്തപ്പെട്ടത്. 1911 അബ്ദേദ് മശിഹ പാത്രീർക്കീസ് ബാവ അല്ലെങ്കിൽ അബ്ദുള്ള പാത്രീർക്കീസ് ബാവ രണ്ടാമത്തെ മൂറാം കൂദാശ നടത്തിയത് ഈ പരിശുദ്ധ ദേവാലയത്തിൽ വെച്ചാണ്. സുറിയാനി സഭയുടെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാലും ഈ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ അന്തോക്യ സിംഹാസനത്തിൽ നിന്ന് ഏത് കാലഘട്ടത്തിൽ ഏത് പരിശുദ്ധ പിതാക്കന്മാർ എഴുന്നള്ളി വന്നിട്ടുണ്ടോ അവരെല്ലാവരും ആ കാലങ്ങളിലെല്ലാം ഈ സമീപ കാലത്ത് വരെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓർത്തഡോക്സ് വിഭാഗത്തിന്റെ കൈകളിൽ അത് അമർന്നു പോകുന്ന തൊട്ട് മുമ്പ് വരെയുമുള്ള എല്ലാ ഘട്ടങ്ങളിലും എല്ലാ പിതാക്കന്മാരും ഈ ദേവാലയത്തിൽ വരികയും ആരാധന അർപ്പിക്കുകയും ഈ ദേശത്തെ അനുഗ്രഹിക്കുകയും വിശ്വാസികളുടെ സമൂഹം വളരെ ആദരവോടെ അവർ സ്വീകരിക്കുകയും ചെയ്തു വരികയാണ്. ശ്രേഷ്ഠ ബാവ തിരുമനസ്സുകൊണ്ട് ജന്മം കൊണ്ട സ്ഥലമാണിത്. പരിശുദ്ധനായ പരിമല ബാവ ജന്മം കൊണ്ട ദേവാലയമാണിത്. കൊച്ചുപറമ്പിലെ പരിശുദ്ധനായ കൂറിലോസ് തിരുമേനി ജന്മം കൊണ്ട സ്ഥലമാണിത്. ശീമയിൽ നിന്നുള്ള 3 പിതാക്കന്മാർ കബറടങ്ങിയിരിക്കുന്ന പുണ്യപ്പെട്ട ദേവാലയമാണിത്. എല്ലാ തലത്തിലും ഈ സഭയുടെ എല്ലാ പ്രധാനപ്പെട്ട സംഭവങ്ങളുടെയും തുടക്കം കുറിക്കപ്പെട്ടത് ഇവിടെയാണ്. അത്രയും പ്രാധാന്യമുള്ള ഒരു ദേവാലയമാണ് ഒരു സുപ്രഭാതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തലത്തിൽ നമ്മുടെ കയ്യിൽ നിന്ന് താൽക്കാലികമായിട്ടാണെങ്കിലും മാറ്റപ്പെട്ടത്. അത് ഈ വലിയ ഒരു 10-15,000 വരുന്ന ഒരു ജനസമൂഹത്തെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു രീതിയായിരുന്നില്ല. നമുക്കാണെങ്കിൽ ഫ്രണ്ടിൽ സ്ഥലവും ഇല്ല, ഒരു പാർക്കിങ്ങിനുള്ള സൗകര്യം ഒന്നും നമുക്കില്ല. പക്ഷെ എല്ലാ പരിമിതികളെയും അതിജീവിച്ചുകൊണ്ട് 8-10 മാസം കൊണ്ട് അതിമനോഹരമായ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെയും ബഹുമാനപ്പെട്ട വൈദികരുടെയും പ്രവർത്തക സംഘത്തിൻ്റെയും എല്ലാ നേതൃത്വത്തിൽ അക്ഷീണമായ ഒരു പരിശ്രമത്തിന് ഈ ഇടവക മുഴുവനും സമ്പൂർണ്ണമായി സമർപ്പിച്ചു എന്നുള്ളതാണ്. കാരണം ഈ ഇടവകയിൽ ഒരു കുടുംബം പോലും ഇതിൽ നിന്ന് മാറി നിന്നില്ല. വലിയ ഒരു തുക, ഞങ്ങൾക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത വലിയൊരു തുക ജനത്തിന്റെ ഇല്ലായ്മയിൽ നിന്ന് അവർ സംഭാവന ചെയ്തു. കാരണം അവർക്കൊരു ദേവാലയം ഉണ്ടായിരുന്നു.
ആരാധന അവർക്ക് മുടങ്ങാൻ പാടില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഈ ദേവാലയം അതിൻ്റെ എല്ലാ ഭംഗിയിലും മനോഹാരിതത്തിലും അത് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. പൂർത്തിയാകുന്ന മുറയ്ക്ക് ഈ വരുന്ന 1, 2, 3 തീയതികളിലായി ഈ ദേശത്തിന് മുഴുവൻ ഉത്സവമായി പുതിയ ഒരു ചരിത്രം അതോടുകൂടെ കുറിക്കപ്പെടുകയാണ്. നിങ്ങൾ എല്ലാവരുടെയും പരിപൂർണമായ സപ്പോർട്ട് ഈ കാര്യത്തിൽ ഈ ദേവാലയത്തിന് ഉണ്ടാകണം. ഇപ്പോൾ മാത്രമല്ല, എപ്പോഴും അതുണ്ടാകണം. പത്രമാധ്യമങ്ങളും മറ്റ് വാർത്താമാധ്യമങ്ങളും എല്ലാം സമീപകാലത്ത് ശ്രേഷ്ഠ ബാവായോട് ചേർന്ന് ഒത്തിരി സഹായങ്ങൾ ഈ സഭയ്ക്ക് വേണ്ടി ചെയ്യുന്നുണ്ടാകുമെന്ന് ഞങ്ങൾ ഒരിക്കലും മറക്കുകയില്ല. തുടർന്നും നിങ്ങളുടെ പരിപൂർണമായ ഒരു സഹകരണവും സപ്പോർട്ടും ഈ കാര്യത്തിൽ ഉണ്ടാകണമെന്ന് ദേവാലയത്തിന് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ ഇടവ ജനത്തിൻ്റെ കണ്ണീരിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലം മാത്രമാണ് ഇതുപോലെ ഒരു ദേവാലയം, മനോഹരമായ ദേവാലയം ദൈവത്തിൻ്റെ ആലയമായി മാറിയിരിക്കുന്നത്. ഈ ഇടവ ജനത്തിൻ്റെയും അതുപോലെ തന്നെ ഈ ഇടവയെ സ്നേഹിക്കുന്ന ഹൃദയാംശരായ എല്ലാ നാട്ടുകാരുടെയും സഹകരണം കൊണ്ട് മാത്രമാണ് ഇതുപോലൊരു ഹ്രസ്വ കാലഘട്ടത്തിൽ ഒരു 9 മാസം കൊണ്ട് മനോഹരമായ ഒരു ദേവാലയം പണിത് തീർക്കുവാൻ സാധിച്ചത്. അതിനോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഇന്ന് ഇവിടെ വന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ വിശദമായി മനസ്സിലാക്കുവാനും മീഡിയ വഴി അത് പ്രക്ഷേപണം ചെയ്യാനും വന്നിരിക്കുന്ന എല്ലാ മീഡിയ അംഗങ്ങളെയും എല്ലാ സഹോദരങ്ങളെയും നന്ദിയോടെ ഓർക്കുന്നു.